കിടലനായിട്ടൊരു ഇംഗ്ലീഷ് വാക്ക് പഠിക്കട്ടാ. ബർണിഷ് എന്നാണ് ഈ വാക്കിന്റെ പേര് വരുന്നത്. ബർണിഷ്. നിങ്ങളിൽ കുറെ ആളുകളൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടും കേൾക്കുന്നുണ്ടാവുക. എന്താണ് ബർണിഷ്? ബർണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തേച്ച് മിനുക്കി എടുക്കുക എന്നൊക്കെ പറയും, അല്ലെ? അങ്ങനെ പോളിഷ് ആക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് സംഭവത്തിനെയാണ് നമ്മൾ ബർണിഷ് എന്ന് പറയുന്നത്. ഓക്കെ, 3-4 സാഹചര്യങ്ങളിൽ വരുന്ന എക്സാമ്പിൾ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ പലപ്പോഴും നിങ്ങൾ ഈ ഒരു വാക്ക് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും കേട്ടോ. പറഞ്ഞുതരാം. പോളിഷ് ഓർ മേക്ക് സംതിങ് സ്മൂത്ത് ഓർ ഷൈനി. ആക്ച്വലി ഇതിന്റെ ടിപ്പിക്കൽ മീനിങ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ മലയാളത്തിലൊരു പ്രയോഗമില്ലേ, വെളുപ്പിച്ചെടുത്തു, പറഞ്ഞ് ന്യായീകരിച്ച് വെളുപ്പിച്ചെടുത്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്തരം സാഹചര്യങ്ങളിലും ഈ ഒരു വാക്ക് ബർണിഷ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ സെന്റൻസ് നോക്കിയാൽ ക്ലിയർ ആവും. ദ മാർക്കറ്റിംഗ് ടീം വർക്ക് ടു ബർണിഷ് ദ കമ്പനീസ് ഇമേജ് ആഫ്റ്റർ ദ കോൺട്രവേഴ്സി. ഒരു കോൺട്രവേഴ്സി വന്നിട്ട് കമ്പനിയുടെ ഇമേജ് താഴത്ത് പോയി കിടക്കുന്ന സമയത്ത് മാർക്കറ്റിംഗ് ടീം വർക്ക് ടു ബർണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേച്ച് മിനുക്കി വെളുപ്പിച്ചെടുക്കാന്ന്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലേ? വേറെ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഷീ യൂസ്ഡ് എ സോഫ്റ്റ് ക്ലോത്ത് ടു ബർണിഷ് ദ സിൽവർ വെയർ അൺടിൽ ഇറ്റ് ഗ്ലീംഡ്. ക്ലിയർ ആയില്ലേ? ആ നോർമൽ സാഹചര്യങ്ങളിലും തേച്ച് മിനുക്കി വെളുപ്പിച്ചെടുത്തു, അല്ലെങ്കിൽ തേച്ച് മിനുക്കി എടുത്തു, തിളങ്ങുന്ന രീതിയിൽ മിനുക്കി എടുത്തു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരെണ്ണം, ദ ആർട്ടിസ്റ്റ് എയിംഡ് ടു ബർണിഷ് ഹെർ റെപ്യൂട്ടേഷൻ ബൈ ഷോക്കേസിംഗ് ഹെർ വർക്ക് അറ്റ് പ്രസ്റ്റീജിയസ് ഗാലറീസ്. ക്ലിയർ ആയില്ലേ? ഒരെണ്ണം കൂടി നോക്കാം. ഹി സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ ബർണിഷിംഗ് ഹിസ് ഓൾഡ് കാർ ടു മേക്ക് ഇറ്റ് ലുക്ക് ബ്രാൻഡ് ന്യൂ. പഴയ കാറ് പുതിയ കാറ് പോലെ തോന്നുന്ന രീതിയിൽ തേച്ച് മിനുക്കി എടുത്തു. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ബർണിഷ് എന്ന് പറഞ്ഞ വാക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ സെന്റൻസ് നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഈ വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.